മധ്യത്തിൽ മറുപടിയില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. കാരണം ബജറ്റിലെ നിർദ്ദേശമാണ് ഈ വിഷയം. അപ്പോൾ ബജറ്റ് വിഷയത്തിൽ ചർച്ച നടക്കുകയാണ് സഭയിൽ ഇന്നും നാളെയും. നാളെ അപ്പോൾ അതിൻ്റെ അവസാന ദിവസമാണ്. നാളെ അതിൽ ചർച്ച പറയും. സി എമ്മിന് ഇതിൽ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഒരു പിഴവ് പറ്റി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇക്കാര്യത്തിൽ ആദ്യം നീങ്ങേണ്ടത് എന്ത്, ആദ്യം എടുക്കേണ്ട തീരുമാനങ്ങൾ എന്ത് എന്നതിൽ ഒരു വേഗം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിന് പണമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ പണം കിട്ടാവുന്ന മേഖലകൾ ഏതൊക്കെ എന്നുള്ളത് ആദ്യം പിടിക്കുക എന്നൊരു ആലോചന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബജറ്റിന് ഇത്തവണ വി.ഡി. സതീശൻ തുടങ്ങുന്ന ആദ്യ ബജറ്റിന് അധികം സമയമുണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോൾ ആ ബജറ്റിന് മുമ്പ് പരമാവധി പണം സംഭരിക്കാവുന്ന മേഖലകളൊക്കെ ഏതൊക്കെ എന്നുള്ള ചോദ്യം ചോദിച്ചു. സ്വാഭാവികമായും ഈ കേൾക്കർ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എവിടെയൊക്കെയാണ് പണം എടുക്കാതിരുന്ന ഭാഗം. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഫയലിൻ്റെ വേഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഈ പ്രയോറിറ്റി ആദ്യം അതിൽ വന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതായിരുന്നോ വേണ്ടിയിരുന്നത്? ഈ തരത്തിൽ ഒരു ചോദ്യമുനയിലേക്ക് എത്താനുള്ള സാഹചര്യം അതുണ്ടാക്കില്ലെന്ന് ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇനി സഭയിൽ നടന്ന ഇന്നത്തെ കാര്യം, റൂൾ 50 പ്രകാരമാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. 52 അത് അനുബന്ധമായ റൂളാണ്. അപ്പോൾ റൂൾ 50 അടിയന്തര സ്വഭാവമുള്ളത് മാത്രം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റു വിഷയങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ട് അത് ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. 52 പ്രകാരമാണെങ്കിൽ വ്യക്തിപരമായ അലിഗേഷൻസ് അത് റേസ് ചെയ്യരുത് എന്നുള്ളതാണ്. വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ളതാണ് റൂൾ 52 പറയുന്നത്. അപ്പോൾ റൂൾ 52 പ്രകാരമാണെന്ന് മുഖ്യമന്ത്രി അത് പറഞ്ഞത്. കാരണം ഈ നോട്ടീസിന്, ഈ അടിയന്തര പ്രമേയ നോട്ടീസായി ഈ മദ്യ വിഷയം കൊണ്ടുവരുമ്പോൾ ആ നോട്ടീസിനെ അനുമതി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് അത് വായിച്ചുകൊണ്ട് അനുമതി നിഷേധിക്കുകയാണ് ചെയ്യുക. അതിനുപോലും അനുമതി ഇന്ന് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ആ അനുമതി കിട്ടാത്ത വിഷയം പ്രതിപക്ഷ നേതാവ് എണീച്ചു നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അത് റൂൾ 52യുടെ എഗെയിൻസ്റ്റ് ആണ്. അതായത് റൂൾ 52 വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കരുത് എന്നുള്ളതാണ്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതെന്താ സംഭവിക്കുക? ഇത് പ്രതിപക്ഷ നേതാവ് അത് പറയുകയും ചെയ്തു. റൂൾ 52 പ്രകാരം ഈ ഭരണപക്ഷത്തിന് അതിന് മറുപടി പറയാനും പറ്റില്ല. മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി പറയാൻ റൂൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഈ സഭാരേഖകളിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഈ സഭാ TV-യിൽ സംപ്രേഷണം ചെയ്യരുത് എന്ന് പറയുന്നത്. വളരെ തികച്ചും സാങ്കേതികമായ കാര്യമാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, ഇതേപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് CMRL വിഷയത്തിൽ പിണറായി വിജയനെതിരെ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ UDF ആലോചിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് പിന്നാക്കം പോയത് ഈ പറഞ്ഞ വ്യക്തിപരമായ ആരോപണം അവിടെ പറയരുത്, ആ സമയത്ത് പറയരുത് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും, അന്ന് കുഴൽനാടൻ ഈ പാർട്ടിയോട് ആലോചിക്കാതെ സഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചു. അന്ന് ഒരു നേതാക്കളും കുഴൽനാടൻ്റെ ഒപ്പം നിന്നില്ല. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എങ്ങനെയും എങ്ങനെ അതെ, അതിൽ കയറി അങ്ങ് സംസാരിച്ചു. അത് സംസാരിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവരികയും ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാനതൊരു ഉദാഹരണമായി പറഞ്ഞെന്ന് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാങ്കേതികമായ കാര്യം. 89-ൽ വർക്കല രാധാകൃഷ്ണൻ സ്പീക്കറാകുമ്പോൾ എടുത്തിരിക്കുന്ന റൂളിംഗ് ആണ് അത്. അപ്പോൾ ഇന്നും നാളെയും ബജറ്റ് ഡിസ്കഷനാണ്. ആ ബജറ്റ് ഡിസ്കഷൻ്റെ മറുപടിയായി നാളെ മുഖ്യമന്ത്രി അത് പറഞ്ഞേ തീരൂ എന്നുള്ളതാണ്. അപ്പോൾ ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ബജറ്റിൽ മറുപടി പറയും എന്ന രൂപത്തിൽ അദ്ദേഹം വളരെ സാങ്കേതികമായി കാണുമ്പോഴും ഈ വിഷയം അതിലപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. ഈ ഫയൽ എന്തിനാണ് ആദ്യം പരിഗണിച്ചത് എന്ന ചോദ്യം നിൽക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അഴിമതി ആരോപണമാണല്ലോ. അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലൊരു പകരം എന്ത് കിട്ടിയെന്ന ചോദ്യമുണ്ടാകും. ആ പകരം എന്ത് കിട്ടിയെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ടോ? ഇപ്പോൾ ഈ ഒരു വിഷയമായി ഞാൻ പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഈ ബജറ്റ് നിർദ്ദേശമായി ഇത് വന്നു എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോകാൻ പറ്റില്ല. കോടതി എടുത്ത് കളയും. അപ്പോൾ ഇത് സാങ്കേതികമായി ധാർമ്മികമായി രണ്ടായി ഇതിനെ കാണണം. ധാർമ്മികമായി ഈ വിഷയമാണോ ആദ്യം റേസ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇതാണോ ബജറ്റിൽ ആദ്യമായി നിർദ്ദേശം മുന്നോട്ട് വയ്ക്കേണ്ടതെന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ സാങ്കേതികമായി ഒരു പിഴവില്ല, നിയമപരമായിട്ട് പിഴവില്ല. ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് എടുക്കുകയാണെങ്കിൽ CMRL വിഷയം എടുക്കാം. CMRL എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഈ ക്വിഡ് പ്രോക്കോ ഉണ്ടായിട്ടുണ്ടെന്ന ചോദ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആരോപണം അപ്പുറത്തുണ്ട്. കാരണം പിണറായി വിജയൻ എന്ന പിതാവിൻ്റെ ബലത്തിലാണ് CMRL കമ്പനി ഈ വീണയ്ക്ക് ഈ അനുമതി കൊടുത്തത്, വീണയുമായി ഒരു കരാറുണ്ടാക്കുന്നത്. ആ കരാറിൽ വീണ ഒരു സേവനം നൽകിയിട്ടില്ല നമ്മൾ കാണുന്നു. പകരം മറ്റൊരു സേവനം അവിടെ ഉണ്ട് എന്നുള്ള ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതെന്താണ്? ഈ സ്വകാര്യ മേഖലയ്ക്ക് ഈ ഖനനത്തിന് ഒരു തരത്തിലും ലൈസൻസ് കൊടുക്കരുത് എന്ന ഉത്തരവ് കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നിട്ടും 4 വർഷം അത് പിടിച്ചുവെച്ചു. പിന്നീട് അത് വിവാദമാവുകയും ഇവിടെ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തപ്പോഴാണ് അത് പിൻവലിച്ചത്. അപ്പോൾ അതുവരെയും കർത്തയ്ക്ക് ഈ മണൽ കിട്ടാനുള്ള സാഹചര്യം അവിടെ ഒരുക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത്. ഇതാണ് തിരിച്ചു പറയാവുന്ന ഒരു ആരോപണം. അതിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റും. തിരിച്ചതിൽ എന്താണ് ക്വിഡ് പ്രോക്കോ? അഴിമതി ആരോപണം ഉന്നയിച്ച് അതിനെതിരെ കേസ് കൊടുക്കുകയും കോടതിയിൽ പോവുകയും ചെയ്യണമെന്ന്. ഇതൊക്കെ കോടതി കൃത്യമായൊരു
പറഞ്ഞിട്ടില്ല. സുനിൽ, എന്റെ അതിനകത്ത് സമയമാണല്ലോ പാർട്ടിയിലും സുനിൽ. മുന്നണിയിലും ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാനത് തന്നെയല്ലേ അല്ല പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് അല്ല, അങ്ങ് പറഞ്ഞു കഴിഞ്ഞല്ലോ, കുറെ നേരം പറഞ്ഞല്ലോ. ഈ വിഷയവുമായി സുനിൽ, ബന്ധപ്പെടാത്ത കാര്യം അല്ല ആവശ്യമല്ലല്ലേ ഞാൻ പറഞ്ഞ ക്വിഡ് പ്രോക്കോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്വിഡ് പ്രോക്കോ എന്താണ്? അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ എന്ത് പകരം കിട്ടി എന്ന് കൂടി തിരിച്ചുന്നയിക്കാൻ പറ്റണം. ആ ആരോപണം വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നേ എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത്. അത് പറയുമ്പോൾ ഇപ്പോൾ അല്ലല്ല, അഴിമതി ആരോപണം അങ്ങനെ മാത്രമല്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒരു അഭിപ്രായമാണല്ലോ. എനിക്കിതിൽ അഭിപ്രായം ഇത് പ്രയോറിറ്റി നിശ്ചയിച്ചിൽ പിഴവ് പറ്റിയെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ സർക്കാരിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഖജനാവിൽ പണമില്ലാത്ത അവസ്ഥയിൽ എത്രയാണ് പണം കിട്ടാനുള്ള സാഹചര്യം എന്ന് നോക്കുമ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയിൽ നികുതി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ബിയറിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ഉണ്ട്, ആൽക്കഹോൾ എന്നുണ്ടാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തന്നെയാണ് ഇതിൽ നികുതി നിശ്ചയിച്ചിരിക്കുന്നത്. പറയരുത്, ഇടയ്ക്ക് പറയരുത്. പല മാർഗങ്ങളുമുണ്ട്. ആ മാർഗങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പണയം വെച്ച് നിങ്ങളുടെ രാഷ്ട്രീയം പണയം വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചോദ്യം. അല്ലേ 905 ബാർ നിശ്ചയിച്ചവർ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല, ധാർമ്മികത പറയേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം അത് അവരോട് പോയി പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പ്രകാരം മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ടോ? മദ്യനിരോധനമല്ല പറഞ്ഞത്. മദ്യത്തിന്റെ കാര്യത്തിൽ കൃത്യമായ നയം കോൺഗ്രസിനുണ്ടാകും എന്ന് പ്രകടന പത്രികയിൽ ഉണ്ടല്ലോ. ഇത് നയം വരാൻ പോകുന്നില്ല. അവിടെ നിൽക്ക്. നയം വരാതെ എങ്ങനെ നികുതി നിശ്ചയിക്കുന്നത്? ഒരു മിനിറ്റ്, നികുതി നിശ്ചയിക്കാൻ ധനമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ധനമന്ത്രിക്ക് അതിന് അധികാരമുണ്ട്. അതാണ് ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത്. ഒരു മിനിറ്റ് വല്ലാതെ പറയല്ലേ. ഒന്നാമത്തെ കാര്യം നയമല്ല, ഇത് ബജറ്റിലെ നിർദ്ദേശങ്ങളാണ്. ഇത് വേണമെങ്കിൽ നാളെ മാറ്റാവുന്നതാണ്. അത് മാറ്റേണ്ടി വരുമെന്നാണ് പാർട്ടി നൽകുന്ന സൂചന. ഇത് നയമല്ല എന്ന് പറയുന്നു. ശരി, നയത്തിലേക്ക് വരുന്നേ ഉള്ളൂ. നയത്തിലേക്ക് വരുമ്പോൾ ഈ ബക്കാടിക്ക് കൊടുക്കേണ്ടതെല്ലാം തീരുമാനിക്കാം. ഇവിടെ ബക്കാടിക്ക് വേണ്ടി എല്ലാ പരവതാനിയും വിരിച്ച് ബക്കാടിയുടെ വീര്യമേറിയ മദ്യം വിറ്റവരാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഈ പറയുന്ന വീര്യം കുറഞ്ഞ ബക്കാടിക്ക് കൊടുക്കരുത്, വീര്യം കുറഞ്ഞ ബക്കാടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഴിമതി ഉണ്ടാകും എന്ന് പറയുന്നത്. ഇത് എന്താ വെച്ചാൽ പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മുഖ്യമന്ത്രി ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. ശ്രീ വി ഡി സതീശൻ, നിങ്ങൾ ഒറ്റയ്ക്കാണ് മുഖ്യമന്ത്രി. നിങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണയില്ല, നിങ്ങൾക്ക് മറ്റു മന്ത്രിമാരുടെ പിന്തുണയില്ല. ഇത് പുറത്ത് ഒരു വശത്ത് പോലും ഇത് വിശദീകരിക്കാൻ, അങ്ങ് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ഒരു മന്ത്രിയോ ഒരു പാർട്ടി വക്താക്കളോ ചർച്ചയിൽ തയ്യാറാകുന്നില്ല. അവർക്കത് അറിയില്ലാഞ്ഞിട്ടാണോ അത് വേണ്ട എന്ന് നിശ്ചയിച്ചിട്ടാണോ എന്ന് അങ്ങേക്കാണ് കൂടുതൽ അറിയുക. അതുകൊണ്ട് പറയാൻ അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് തന്നെ അത് വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇതിൽ ഈ പറഞ്ഞ കൂട്ടുത്തരവാദിത്വം എന്നൊക്കെ പറയും. ഇന്നലെ വരെ എന്തായിരുന്നു വാർത്ത? എം ലിജു എക്സൈസ് മന്ത്രി അതാ മുഖ്യമന്ത്രിയോട് അതൃപ്തി അറിയിക്കാൻ പോകുന്നു. പോയോ? കണ്ടോ? അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. ഈ തരത്തിൽ പരുവപ്പെടുത്തുന്നതിൽ, പ്രതിപക്ഷത്തിന്റെ വാചകങ്ങൾ എടുത്തു പറയുന്നതിൽ കോൺഗ്രസിലെയും അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ലീഗിലെ ചില മന്ത്രിമാർ പോലും, അതായത് കുട്ടികൾ മദ്യം കുടിക്കും എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞത് ഏറ്റു പറഞ്ഞിരിക്കുന്നത് കെ എം ഷാജിയാണ്. കുട്ടികൾക്കാണോ ബൊക്കയിൽ നിന്ന് മദ്യം വിൽക്കുന്നത്? കുട്ടികൾക്കാണോ ബാറിൽ നിന്ന് മദ്യം വിൽക്കുന്നത്? അപ്പോൾ എന്താണോ ഈ പറയുന്ന നെറേറ്റീവ് പ്രതിപക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഏറ്റു പറയുന്ന, കാര്യം പഠിക്കാതെ പറയുന്ന, അങ്ങനെ തന്നെ ഞാൻ പറയും, കാര്യം പഠിക്കാതെ പറയുന്ന മന്ത്രിമാരും ഇവിടെയുണ്ട്. അത് ലീഗിലെ മന്ത്രിയാണ് ഞാൻ പറഞ്ഞത്. കെ എം ഷാജിയുടെ പ്രതികരണമാണ് ഞാൻ കണ്ടത്. ശരിയാണ്. ഇതിൽ എന്താണ് KC വേണുഗോപാൽ പറഞ്ഞത്? ഇതിൽ ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അത് നിവർത്തിക്കണം എന്നുള്ളതാണ്. അത് നിവർത്തിക്കുമോ എന്ന് നാളെ നോക്കാം. നിവർത്തിച്ചില്ലെങ്കിൽ അതിൽ പിന്നാക്കം പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലെന്നേ. നിവർത്തിച്ചില്ലെങ്കിൽ പിന്നാക്കം പോകേണ്ടി വരും. അത് നിവർത്തിക്കാൻ കഴിയുന്ന ന്യായീകരണം മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പറയണം. പല കാര്യങ്ങളും ഞാൻ ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന ഈ ചിട്ടവട്ടങ്ങളിൽ, ബജറ്റാണല്ലോ, ബജറ്റിന് മറുപടി പറയുമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്ന വിഷയത്തിൽ ഒരുപക്ഷെ അതല്ലാതെയും മറുപടി പറയേണ്ടി വരും. അത് ഈ പറയുന്ന ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമുള്ള വിശദീകരണമായോ ബജറ്റ് കാര്യമായതുകൊണ്ട് സഭയിൽ മാത്രം മറുപടി പറയാമെന്നോ എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങ് ഒറ്റയ്ക്കാണ് എന്ന് അങ്ങ് ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങക്ക് മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്. അങ്ങ് ഒറ്റയ്ക്കാവുന്നു എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങ് കൂട്ടായി ആലോചിക്കേണ്ടതുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നാളെ കുഴപ്പമാകുമെന്നുള്ള വിഷയങ്ങളാണ്. ഇത് നയം വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇതിൽ ഈ പറഞ്ഞ ഒരു നികുതി നിശ്ചയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എക്സൈസ് മന്ത്രിയോട് ഇക്കാര്യം സംസാരിക്കാമായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി അത് വിശദീകരിക്കാമായിരുന്നു. ഇതിപ്പോൾ പാർട്ടി വക്താക്കളായി ചർച്ചകളിൽ വരുന്നവർക്ക് പോലും ഇത് എന്ത് പറയാൻ പറ്റുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പുറത്ത് പ്രതിപക്ഷം അവർ നടത്തിയിരിക്കുന്ന ഈ 905 ബാറുകളുടെ കണക്കുകൾ വെച്ച് ഇന്ന് കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ വന്നിരുന്ന ഒരു വാർത്തയാണ് 100 കോടി പിരിക്കാനുണ്ട് എന്നുള്ളത്. ഈ ഇലക്ഷൻ കാലത്ത് അത് ബാറുകളിൽ നിന്നും പിരിക്കാതെ നിന്നു എന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ സമയമാവുന്നുള്ളൂ മാഡം. അല്ല, എന്താ അതിന് സമയമാവുന്നേ ഉള്ളൂ. മനസ്സിലായില്ല. മനോരമയ്ക്ക് ഭയങ്കര ആഗ്രഹം, എങ്ങനെയെങ്കിലും ഈ 100 കോടി കിട്ടാത്തതിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. സമയമായിട്ടില്ല, സമയമുണ്ട്. ഇനി 2027 മാർച്ച് വരെ സമയമുണ്ട്. അല്ല, 2027 മാർച്ച് വരെ ടാക്സ് ഫയൽ ചെയ്യാൻ സമയമുണ്ട്. ഇലക്ഷൻ സമയത്ത് പ്രത്യേകം ഇളവുകൾ അതിന് വേറെയും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ പറയുന്ന വീര്യം കുറഞ്ഞ
മദ്യത്തിൽ നികുതി നിശ്ചയിക്കുന്നതിൽ അല്ല, ഇത് അങ്ങോട്ട് തിരിച്ചുവിടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൽ നികുതി കുറച്ചതിലെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുന്നത് അഴിമതിയാണെന്ന് പറഞ്ഞ നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ്. ആ വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നത്. സമയത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങേക്കെതിരെ തിരിഞ്ഞു കൊത്തുന്നുണ്ട്. ഭരണപക്ഷത്തിലേക്ക് എത്തുമ്പോൾ അതേ കാര്യങ്ങൾ അത് നടപ്പാക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ 100-ൽ താഴെ നികുതി കൊടുത്തതാണെന്ന് പറഞ്ഞത്. പക്ഷേ 100-ൽ താഴെയല്ല, 120, 170 നികുതി നിശ്ചയിച്ചിരിക്കുന്നത്. ബിയറിനെയും വൈനേക്കാളും കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നികുതി നിശ്ചയിച്ചിരിക്കുന്നത്. ആ നികുതി നിശ്ചയിക്കൽ രഹസ്യ സ്വഭാവത്തിലുള്ളതല്ല. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫയൽ വേഗത്തിൽ നീങ്ങുന്ന ആ രേഖകളും രഹസ്യ സ്വഭാവത്തിലുള്ളതല്ല, അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. നമ്മൾക്ക് വേഗത്തിൽ നീങ്ങുന്ന മറ്റു ഫയലുകളും നോക്കിയാൽ കണ്ടെത്താൻ കഴിയും. അത്തരം ഫയലുകൾ ഇതിപ്പോൾ വിഷയം ഇങ്ങനെയായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പോയി എന്നുള്ളതാണ്. വേഗത്തിൽ നോങ്ങിയ മറ്റു ഫയലുകൾ ഉണ്ടോ എന്ന് വേറും പരിശോധിക്കാൻ കഴിയും. അതിൽ ജനോപകാരപ്രദമായ മറ്റു വിഷയങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഈ മദ്യ വിൽപ്പന എന്നുള്ളത് എന്താ പറയുക, ഒരു ദൈവീകമായ കാര്യമൊന്നുമല്ലല്ലോ. സർക്കാർ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് വിൽക്കുന്നവർക്കും ഈ പറയുന്ന ഈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സർക്കാരിലേക്ക് വരുമാനമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് മദ്യം എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ വീര്യം കുറഞ്ഞതിലേക്ക് വല്ലാണ്ട് വീര്യം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു വലിയ ശബ്ദമായി അത് ഉയരുന്നു. അങ്ങനെ ഉയരുമ്പോൾ അങ്ങയുടെ പാർട്ടിയും അതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.